ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴം വാട്ടിയതാണ്. സാധാരണ പഴം വാട്ടിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിത് കഴിക്കാൻ പോകുന്നത് ഒരു കിടിലൻ ബട്ടർസ്കോച്ച് കസ്റ്റേർഡ് സോസിൻ്റെ ഒപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്കിതിന് വേണ്ടി ഫില്ലിങ്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തേങ്ങയും പിന്നെ ഒരു 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂ നട്ട്സും പിന്നെ കുറച്ച് ബദാമും പിന്നെ കുറച്ച് വാൾനട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ തേനാണ്. പിന്നെ ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തേൻ ചേർക്കണം എന്നില്ല, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. ഇനി നമുക്ക് പഴം വാട്ടിയത് കഴിക്കാനുള്ള സ്പെഷ്യൽ സോസ് റെഡിയാക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. പാൽ ഏകദേശം തിളച്ച് തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കസ്റ്റേർഡ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുറുകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2-3 ഡ്രോപ്സ് ബട്ടർസ്കോച്ചിൻ്റെ മിക്സാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഉണ്ടാവേണ്ടത്. ഇനി പഴം വാട്ടിയത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നേന്ത്രപ്പഴം എടുത്ത് നല്ല തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ 5 സ്ലൈസസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബനാന സ്ലൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇത് ഒത്തിരി വെന്ത് പോകാൻ പാടില്ല, അതുപോലെ ഒട്ടും തന്നെ കരിയാൻ പാടില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കണം. നമ്മൾ പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസ് വെച്ച് പ്ലേറ്റിൽ വേണം നമ്മുടെ പഴമൊക്കെ വെക്കാനായിട്ട്. ഇനി ഓരോ സ്ലൈസസും ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ചൂടോടെ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഇടുമ്പോഴാണ് ഇത് നന്നായിട്ട് കോട്ട് ചെയ്തുണ്ടാവുക. അതുകൊണ്ട് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റിയ ഉടനെ തന്നെ ഈ പ്ലേറ്റിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എല്ലാ പഴത്തിൻ്റെ സ്ലൈസസിലും നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് കുറച്ച് നിറയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സ്ലൈസും എടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വീതം ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനി ഈ സ്ലൈസസിൻ്റെ മുകളിൽ ഈ ഫില്ലിങ്സൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള സ്ലൈസസും കൂടി ഇതേപോലെ നല്ല ഭംഗിയായിട്ട് റോൾ ചെയ്ത് വെക്കുക. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർസ്കോച്ചിൻ്റെ സോസാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴം വാട്ടിയതിൻ്റെ മുകളിൽ ഒഴിച്ച് കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടും കഴിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ ഈ കസ്റ്റേർഡ് സോസും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഇതിനൊരു ഓറഞ്ച് കളർ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സും കൂടി ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കസ്റ്റേർഡ് സോസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള പഴം വാട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റ് ഡെസേർട്ട് റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.